ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ യുകെയിലെ ഒരു ബസ് യാത്രയുടെ അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് യുകെയിലെ ട്രെയിൻ യാത്രയുടെ എക്സ്പീരിയൻസ് ഞാൻ വീഡിയോ ഷെയർ ചെയ്തിരുന്നു. മാഞ്ചസ്റ്ററിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ഒരു ബസ് യാത്രയുടെ എക്സ്പീരിയൻസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ പേർ ആശ്രയിക്കുന്നത് നാഷണൽ എക്സ്പ്രസ് എന്ന് പറയുന്ന ബസ് സർവീസസ് ആണ്. ലണ്ടനിൽ നിന്നും മാഞ്ചസ്റ്ററിൽ നിന്നുമൊക്കെ ആയിട്ട് യുകെയുടെ പല ഭാഗങ്ങളിലേക്കും പ്രധാനപ്പെട്ട എയർപോർട്ടുകളിലേക്കും റെയിൽവേ സ്റ്റേഷനുകളിലേക്കും ഒക്കെ നാഷണൽ എക്സ്പ്രസിൻ്റെ കോച്ച് സർവീസ് ഉണ്ട്. നമുക്കത് ഓൺലൈൻ വഴി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇതാണ് നാഷണൽ എക്സ്പ്രസിൻ്റെ കോച്ച്. നാഷണൽ എക്സ്പ്രസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. നമുക്കിഷ്ടമുള്ള സീറ്റ് സെലക്ട് ചെയ്ത് റിസർവ് ചെയ്യാം. അങ്ങനെ ബസ്സിൻ്റെ ഡിപ്പാർച്ചർ ടൈം എത്രയാണോ അതിനൊരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ സ്റ്റേഷനിലെത്തി നമ്മുടെ മൊബൈലിൽ നമ്മുടെ ടിക്കറ്റ് കാണിച്ച് വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ബസ്സിലേക്ക് കയറി നമ്മൾ റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റിൽ നമുക്ക് ഇരിക്കാവുന്നതാണ്. ഒരു ഹാൻഡ് ബാഗും അതോടൊപ്പം ഒരു ചെറിയ സ്യൂട്ട് കേസുമാണ് നമ്മുടെ ഈ ടിക്കറ്റ് ചാർജിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിലും കൂടുതൽ ലഗേജസ് ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ എന്തായാലും മാഞ്ചസ്റ്റർ സെൻട്രലിൽ നിന്ന് നമ്മൾ ബസ് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. കുറച്ചു നേരം ഇനി മാഞ്ചസ്റ്റർ സിറ്റിയിലൂടെ നമ്മൾ പോകും. വളരെ മനോഹരമായ കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞ ഒരു യാത്ര തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയിലൂടെ പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരുപാട് വലിയ കെട്ടിടങ്ങളും മരങ്ങളും ഗ്രൗണ്ടുകളും അതുപോലെ പച്ചപ്പും പൂക്കളും ഒക്കെ നിറഞ്ഞ ഒരു യാത്ര തന്നെയാണ്. എല്ലാ യാത്രയ്ക്കും ഒരവസാനമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ വളരെ വിശാലമായ ഒരു സെമിത്തേരിയും റോഡ് സൈഡിൽ കണ്ടു. അങ്ങനെ നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് പുറത്തു കടന്നു. തിരക്കുകളൊക്കെ ഒഴിഞ്ഞ വിജനമായ സ്ഥലത്തുകൂടെ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുകെയിൽ ബസ് യാത്രയാണോ ട്രെയിൻ യാത്രയാണോ കൂടുതൽ നല്ലത് എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റില്ല. കാരണം രണ്ടിനും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. മാഞ്ചസ്റ്ററിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ട്രെയിനും ബസ്സും അതിൻ്റെ ചാർജ് ചെക്ക് ചെയ്തപ്പോൾ ട്രെയിനാണെങ്കിൽ ഒരു 37 പൗണ്ടാണ് അതിൻ്റെ ടിക്കറ്റ് കോസ്റ്റ് വരുന്നത്. അതേസമയം അത് ബസ്സിനാണെങ്കിൽ 10 പൗണ്ട് മാത്രമാണ് ചാർജ് വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ട്രാവൽ ടൈം കണക്കാക്കുകയാണെങ്കിൽ ട്രെയിൻ ലണ്ടൻ ടു മാഞ്ചസ്റ്റർ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ ടു ലണ്ടൻ 2 മണിക്കൂർ മാത്രമാണ് സമയമെടുക്കുന്നത്. അതേസമയം ബസ്സിലാണെങ്കിൽ അത് 5.5 മണിക്കൂറോളം സമയം എടുക്കുന്നുണ്ട്. നമുക്ക് സമയമാണോ ലാഭിക്കേണ്ടത് പണമാണോ ലാഭിക്കേണ്ടത് എന്നതിനെ ആശ്രയിച്ച് നമുക്ക് ബസ് വേണോ ട്രെയിൻ വേണോ എന്നത് തിരഞ്ഞെടുക്കാവുന്നതാണ്. യാത്ര രണ്ടിലും കംഫർട്ടബിളാണ്. ബസ്സിൽ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. ബസ്സിൻ്റെ ഏറ്റവും പുറകിലായിട്ടാണ് ടോയ്ലറ്റ് ഉള്ളത്. നമ്മൾ സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന ഡോറാണ്. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കാണുന്നത് പോലെ വളരെ ഇടുങ്ങിയ ഒരു റൂമായിരിക്കും. പക്ഷേ അത് വളരെ നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഹാൻഡ് വാഷിങ്ങിനുള്ള വാഷ് ബേസിൻ, സോപ്പ് സൊല്യൂഷൻ, പിന്നെ ഡ്രയർ, ഒരു മിററുണ്ട്. അങ്ങനെ ഇത്രയും ഫെസിലിറ്റീസാണ് ടോയ്ലറ്റിനകത്ത് ഉള്ളത്.
പിന്നെ നമ്മുടെ എല്ലാ സീറ്റിൻ്റെയും പുറകിലായിട്ട് ചെറിയൊരു ഫോൾഡബിൾ ടേബിൾ പോലെ ഒരു സിസ്റ്റമുണ്ട്. നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നാൽ അവിടെ ബസ്സിനകത്ത് തന്നെ ഇരുന്ന് കഴിക്കാൻ പറ്റും. ബസ്സിൽ ഇത് ഏകദേശം ഒരു 5-5.5 മണിക്കൂറോളം സമയമെടുക്കുന്നത് കൊണ്ട് തന്നെ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇവരേതെങ്കിലും ഒരു സർവീസ് സ്റ്റേഷനിൽ നിർത്തും. സർവീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചായ കുടിക്കാനൊക്കെ ആയിട്ട് ബസ് ഇടയ്ക്ക് നിർത്തുമല്ലോ ഹോട്ടലുകളുടെ മുന്നിലൊക്കെ. അതുപോലെ ഇവിടെ പ്രധാനപ്പെട്ട സർവീസ് സ്റ്റേഷനുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള സ്പോട്ടുകളിൽ അവർ ബസ് നിർത്തും. ഏകദേശം ഒരു 20-30 മിനിറ്റോളം അവരവിടെ ആൾട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ആ സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കുടിക്കാൻ, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകുവാൻ ആ സമയമൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഒരു സ്പോട്ടിൽ ഇപ്പോൾ ബസ് നിർത്തിയിരിക്കുകയാണ്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട എല്ലാ ഫുഡ് ബ്രാൻഡുകളുടെ കൗണ്ടറുകളും അവിടെ ഉണ്ട്. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ സ്റ്റേഷനുണ്ട്, വീഡിയോ ഗെയിംസ് ഉണ്ട്, ടോയ്ലറ്റ്സ്, അങ്ങനെ പാർക്കിംഗ് സൗകര്യങ്ങൾ, എല്ലാ ഫെസിലിറ്റീസുമുള്ള ഒരു സ്ഥലത്തായിരിക്കും ഇങ്ങനെയുള്ള സർവീസ് സ്റ്റേഷൻസ് ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5-6 മണിക്കൂർ ബസ്സിൽ തന്നെ ഇരിക്കുന്നതിൻ്റെ ഒരു മടുപ്പും അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. അങ്ങനെ 30 മിനിറ്റ് ബ്രേക്കിന് ശേഷം നമ്മളവിടെ നിന്ന് വീണ്ടും യാത്ര പുറപ്പെടുകയാണ്. വീണ്ടും നമ്മൾ ലണ്ടനിലേക്കുള്ള നമ്മുടെ യാത്ര തുടരുന്നു. അങ്ങനെ വൈകുന്നേരത്തോടു കൂടി നമ്മൾ ലണ്ടൻ സിറ്റിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി സിറ്റിയിലൂടെ ഏകദേശം അരമണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഫൈനൽ ബസ് സ്റ്റേഷനിൽ എത്തിച്ചേരും. ലണ്ടൻ സിറ്റിക്കകത്ത് നിങ്ങൾക്കറിയാം സ്പീഡ് ലിമിറ്റ് 20 മൈൽസ്/അവർ ആണ്. അതുകൊണ്ട് തന്നെ ഏകദേശം അരമണിക്കൂറോളം സിറ്റിക്കകത്തുകൂടെ നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ അവസാനം നമ്മുടെ ബസ് സ്റ്റേഷനിൽ എത്തിച്ചേരുക. അങ്ങനെ ഒടുവിൽ നമ്മൾ ലണ്ടൻ വിക്ടോറിയ ബസ് സ്റ്റേഷനിൽ നാഷണൽ എക്സ്പ്രസിൻ്റെ ബസ് സ്റ്റേഷനിലെത്തി. അവിടെ നമ്മൾ ഇറങ്ങി ലഗേജൊക്കെ കളക്ട് ചെയ്തു പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നാഷണൽ എക്സ്പ്രസ് ബസ് സർവീസിൻ്റെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.